CPM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ PV സത്യനാഥനെ കൊലപ്പെടുത്തിയ സംഭവമാണ് ഇപ്പോൾ വാർത്തകളിലെല്ലാം തന്നെ ചർച്ചാ വിഷയം ആയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ട് നിരവധി രാഷ്ട്രീയ നേതാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി 10-നാണ് സത്യനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പരുവട്ടൂരിലെ ചെറിയപുറം ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെ ക്ഷേത്ര ഓഫീസിന് സമീപത്ത് വെച്ചാണ് ഈ ഒരു കൊലപാതകം നടന്നത്. പെരുവട്ടൂർ പുറത്താന സ്വദേശിയായ അഭിലാഷാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയത്. അഭിലാഷ് മഴു ഉപയോഗിച്ച് സത്യനാഥനെ വെട്ടുകയായിരുന്നു. കഴുത്തിനും പുറത്തും 4 വെട്ടേറ്റ സത്യനാഥനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായില്ല. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട അഭിലാഷ് പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു. മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറുമായിരുന്നു അഭിലാഷ്. ഇപ്പോൾ ഈ ഒരു സംഭവത്തോട്, ഈ ഒരു കൊലപാതകം നടന്നതിനോട് പ്രതികരിച്ചുകൊണ്ട് LDF കൺവീനറായ EP ജയരാജൻ രംഗത്ത് വന്നിരിക്കുകയാണ്. PV സത്യനാഥനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ അഭിലാഷിന് പാർട്ടിയുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ലെന്നാണ് EP ജയരാജൻ പറയുന്നത്. ക്രിമിനൽ സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ അഭിലാഷിനെ 6 വർഷം മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ദുബായിലേക്ക് പോയ അഭിലാഷ് 6 മാസം മുമ്പാണ് തിരിച്ചെത്തിയതെന്നും ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പാർട്ടി വിരുദ്ധ നിലപാടാണ് ഇയാൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൊലപാതകത്തിന് കാരണം പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല എന്നും EP ജയരാജൻ വ്യക്തമാക്കുന്നതോടൊപ്പം കൊലപാതകം ആസൂത്രിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു നിഷ്ഠൂരമായ സംഭവമാണത്. പാർട്ടിയുടെ ഒരു ഉത്തമനായ സഖാവ്, ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒരു പാർട്ടിക്കാർക്കും വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാൻ കഴിയുന്നതല്ല. എല്ലാവരോടും വിനയാന്വിതമായ പെരുമാറ്റം, എല്ലാ സേവന രംഗത്തും വളരെ സജീവ സാന്നിധ്യമായിരുന്നു. എല്ലാവരുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തിയിട്ടുള്ള നല്ലൊരു പാർട്ടി സെക്രട്ടറിയാണ്. അപ്പം അങ്ങനെ ജീവിതത്തിൽ മറ്റൊന്നും ആഗ്രഹിക്കാതെ പാർട്ടി പ്രവർത്തനം നടത്തി അങ്ങനെ പ്രയാസകരമായ ജീവിതം നയിച്ച് മുന്നോട്ട് വന്ന പാർട്ടിയുടെ ഒരു നല്ല സഖാവിനെയാണ് ഇന്നലെ രാത്രി നിഷ്ഠൂരമായി കൊല ചെയ്തത്. കൊല ചെയ്ത കൊലയാളി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അവിടെ കുറ്റമേറ്റു പറഞ്ഞതായിട്ടാണ് വാർത്തകളിലും മറ്റ് ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലും വന്നിട്ടുള്ളത്. കൊലപാതകം നടത്തിയവന് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല. ഒരു 5-6 വർഷമായിട്ട്. 6 വർഷങ്ങൾക്ക് മുൻപ് പാർട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ ചില സ്വഭാവം, ശീലം, ഒരു ക്രിമിനൽ വാസനയുള്ളതായി പാർട്ടിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ പാർട്ടിയിൽ നീക്കം ചെയ്തു. പിന്നെ ദുബായിലോ മറ്റോ പോയി കുറച്ചു കാലം അവിടെയായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് 5-6 മാസമായി എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ നവമാധ്യമ രംഗത്ത് ഇടപെടുന്നുണ്ട്. ആ ഇടപെടുന്നതെല്ലാം നോക്കിയാൽ ഒരു ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം, CPM വിരുദ്ധ മനോഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ശീലമാണുള്ളത് എന്ന് നവമാധ്യമരംഗം നിരീക്ഷിക്കുന്നവർ പൊതുവെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിഷ്ഠൂരമായൊരു കൊലപാതകമാണ്. കൊലയാളി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ആണോ ഇതിലേക്ക് നയിച്ചത്? അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും അവിടെയില്ല. ഇതൊരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു സന്നദ്ധതയോടുകൂടി തന്നെ വന്ന്, അതുകൊണ്ടാണ് പത്രങ്ങളൊക്കെ എഴുതി മഴ കൊണ്ട് വെട്ടിയിട്ടാണ് കൊന്നതെന്നാണ്. അപ്പോൾ ഒരു തയ്യാറെടുപ്പുണ്ട് എന്നുള്ളതാണ്. CCTV തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് നിരീക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ എന്തോ ചെയ്തിട്ടുണ്ടോ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ വശങ്ങളും പോലീസ് പരിശോധിച്ച്, ഇപ്പം നമ്മൾ ദൂരത്ത് നിന്ന് നിരീക്ഷിക്കുന്നതിനേക്കാളും പോലീസ് അവിടെ വളരെ വസ്തുനിഷ്ഠമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. TP വധക്കേസിൽ ഹൈക്കോടതി വിധി പുറത്തു വന്നപ്പോഴും EP ജയരാജൻ ഇത്തരത്തിലൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. ഇത്തരത്തിൽ LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ തന്നെ വാർത്തകളിൽ ചർച്ചയാകുമ്പോൾ നേതാക്കളൊക്കെ തന്നെയും
തങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് ഇത്തരത്തിൽ ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരല്ല കൊലപാതകം നടത്തിയത് എന്നുമുള്ളൊരു നിലപാടാണ് നേതാക്കന്മാർ ഒക്കെ തന്നെ അവരുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് CPM-ന്റെ ഒരു സ്ഥിരം പല്ലവിയാണ്. എന്ത് സംഭവിച്ചാലും പാർട്ടിക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുക, അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധർ ചെയ്ത സംഭവങ്ങളോടൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പാർട്ടി വിരുദ്ധരാണ്, അതും പാർട്ടിയും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്നത് ഒരു സ്ഥിരം പല്ലവിയായി മാറിയിരിക്കുകയാണ്.